Good morning, all. Good morning, ma'am. Good morning. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മള് എവിടെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്? വായിച്ചു നോക്കിയായിരുന്നോ? ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും അങ്ങനെ മറന്നു പോകരുത്. ഓക്കെ, എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഒബ്ജക്റ്റീവ്സ് കവർ ചെയ്തു അല്ലെ? നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് കവർ ചെയ്തു. ആക്ടേഴ്സ് ഇൻ എംപ്ലോയർ റിലേഷൻസ്. ഇവിടെ എംപ്ലോയർ റിലേഷൻ, നല്ല ബന്ധം, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന് അതിന്റെ ഗുണം കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ആക്ടേഴ്സ് ഇൻ എംപ്ലോയർ റിലേഷൻസ് അല്ലെ. അവിടെ പ്രധാനമായിട്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നല്ല വ്യവസായ ബന്ധം കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു എംപ്ലോയർ റിലേഷൻ എന്ന് പറയുമ്പോൾ പല വ്യക്തികളായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട് അല്ലെ. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലുടമ തൊഴിലാളി എന്നുള്ള ഒരു ബന്ധം മാത്രമല്ല അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതിനപ്പുറം നമുക്കറിയാം പലതരത്തിലുള്ള റിലേഷൻഷിപ്പും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ ഒരു ജസ്റ്റ് ആ ഒരു കമ്പനി അല്ലെ, ആ ഒരു ബന്ധത്തിൽ മാത്രം അതിലുള്ള തൊഴിലുടമ തൊഴിലാളി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ഗവൺമെന്റിന്റെ പോളിസി നിയമങ്ങൾ മാത്രമല്ല, മറ്റു പല അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ മറ്റു കൺട്രികൾ അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം, നല്ലൊരു ബന്ധം, വ്യവസായിക ബന്ധം വെച്ച് പുലർത്തേണ്ടത് ആവശ്യമായിട്ട് വരും. ഇൻ കേസ് ആരെയും അല്ലെ നമുക്ക് എന്താണ് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വന്നാല് സമാധാനപൂർണമായിട്ട് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ എല്ലാവരോടായിട്ടും നല്ലൊരു വ്യവസായ ബന്ധം നിലനിർത്തിക്കൊണ്ടേ പോകുന്നത് ആവശ്യമാണ്. പ്രധാനമായിട്ടും അതിനുള്ള ആക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം, actors in employer relations. The system of industrial relations consists of mainly 3 actors or participants. 3 actors ആണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. Actors are considered as a single set of variables. However, their extent of influence varies from each other. നമുക്കറിയാം അല്ലെ, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കൺസിഡറേഷൻ വേരിയബിൾസ് ആണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എംപ്ലോയീസ് ഗവൺമെന്റ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സിമ്പിൾ വേരിയബിൾ നമുക്ക് എടുക്കാവുന്നതാണ് ആക്ടേഴ്സിന്. പക്ഷെ അവര് തീർച്ചയായിട്ടും നമുക്കറിയാം അവര് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെ, മറ്റുള്ള പ്രചോദിതരായിട്ട് പല കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടാനായിട്ട് മറ്റുള്ളവരാല് അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. The 3 actors of employees relations are as follows: employers, government. 3 actors ആണുള്ളത്. then അവിടെ വ്യവസായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിൻ്റെതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവര് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കും. then അതേമാതിരി തന്നെ എംപ്ലോയേഴ്സ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടും എംപ്ലോയേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടാവും. ഗവൺമെന്റ് ആണെങ്കിൽ നമുക്കറിയാം അവര് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ നിലനിൽപ്പിനും അല്ലെ അവിടെ രാജ്യത്തിന്റെ പുരോഗതിക്കും എല്ലാം തന്നെ അല്ലെ അത് മുൻകൂട്ടി പോകുന്നതിന് തന്നെ കോർട്ടും ട്രൈബ്യൂണലിന്റെയൊക്കെ നേതൃത്വത്തിലായിരിക്കും അവരും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. നമുക്കറിയാം നിശ്ചിത ടാക്സും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും അവരുടേതായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കോടതി നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെ ആക്ടും കാര്യങ്ങളൊക്കെ അതിന് ചേർന്ന വിധത്തിൽ രൂപീകരിച്ചിട്ടായിരിക്കും അവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. സോ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്കറിയാം അവിടെ തൊഴിലുടമയുണ്ട്, തൊഴിലാളികളുണ്ട്. തൊഴിലുടമ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിശ്ചിത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. തൊഴിലാളികളും
അവരുടെ വർക്കുകൾ അല്ലെ അവരുടെ എഫേർട്ട് സമയമൊക്കെ വിനിയോഗിക്കുന്നത് എന്തെങ്കിലും നിശ്ചിതമായിട്ടുള്ള റിട്ടേൺസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. നമുക്കറിയാം രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പുരോഗതി കൈവരിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലാഭങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. സോ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് അവര് അല്ലെ എംപ്ലോയീസ് ആണെങ്കിൽ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. എംപ്ലോയേഴ്സ് ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എംപ്ലോയറുടെ അസോസിയേഷനുകളുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ കോർട്ട് ആൻഡ് ട്രൈബ്യൂണലുകൾ അവരുടെ മധ്യസ്ഥതയായിട്ട് ഉണ്ട്, നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? വീണ്ടും വർക്കേഴ്സ് ആൻഡ് their organization, employers and their organization, governments or state അല്ലെ ഈ പറഞ്ഞിരിക്കുന്ന ആ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു അല്ലെ വിവരണത്തിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ആക്ടേഴ്സ് ഇൻ എംപ്ലോയേഴ്സ് റിലേഷൻസ്. ഓക്കെ, ഏതൊക്കെ പാർട്ട് മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക്. എംപ്ലോയീസ് ആൻഡ് ഗവൺമെന്റ്, അതാണ് മെയിൻ ആക്ടേഴ്സ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വർക്കേഴ്സ് ആൻഡ് their ഓർഗനൈസേഷൻസ്. അപ്പൊ ഇവിടെ നോക്കാം, വർക്കേഴ്സ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമുക്കറിയാം ഒരു തൊഴിലാളികൾ അല്ലെ അവര് നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് തീർച്ചയായിട്ടും ആ കമ്പനിക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അവര് ഇന്റഗ്രൽ അല്ലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാർട്ട് അല്ലെ ആ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. വർക്കേഴ്സ് ക്യാൻ ബി ഡിഫറെന്റ് ഏജ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, കൾച്ചർ എക്സെട്ര. ഓക്കെ, നമുക്കറിയാം വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ജീവനക്കാരനെ നമ്മൾ ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിഫറെന്റ് ഏജും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടും അതേമാതിരി തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും അല്ലെ സാമൂഹ്യപരമായിട്ടും അതേമാതിരി തന്നെ അവരുടെ എന്താണ് വീട് അല്ലെ സംബന്ധ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും തന്നെ വ്യത്യസ്തമായിരിക്കും. അവരുടെ സ്കില്ലുകളും മനോഭാവങ്ങളും എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. കണ്ടിന്യൂസ്ലി സ്ട്രൈവ്സ് ടു മേക്ക് their employment terms and conditions better. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ നിരന്തരമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അവർക്ക് പ്രധാനമായിട്ടും ലക്ഷ്യമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവര് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് പ്രധാനമായിട്ടും അവരുടേതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കും. ചിലപ്പോഴെങ്കിൽ ഒരു സമൂഹത്തിലെ നല്ലൊരു പേര്, അതോടൊപ്പം തന്നെ അവർക്ക് ഫിനാൻഷ്യലി സൗണ്ട് വേണം അല്ലെ, അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വേണം, സമൂഹത്തിന് നല്ല വില വേണം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടിയായിട്ടായിരിക്കും ഏതൊരു പേഴ്സണും ഒരു തൊഴിലെടുത്തില് തൊഴിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത അവരിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, they share their viewpoints and their problems with the management. നമുക്കറിയാം ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രോഗ്രാംസുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ വീക്ഷണ കാര്യങ്ങളൊക്കെ മനോഭാവങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും. They also intended to be a part of the management's decision making process. തീർച്ചയായും അവര് എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഒരു ഭാഗമാവാനായിട്ട് ആഗ്രഹിക്കും. കാരണം തൊഴിലാളികളാണ് ഏതൊരു ഓർഗനൈസേഷനിലും അല്ലെ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കും. To achieve all this, the workers come together to form the trade unions, also known as the workers' organizations, against management and get a maximum help from these unions. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ തൊഴിലിടത്തിൽ വരുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. മാനേജ്മെന്റിനോട് അവരെ തുറന്ന് പറയുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരു പക്ഷേ മാനേജ്മെന്റ് അനുവദിച്ചില്ല എങ്കിൽ അതെല്ലാം നേടിയെടുക്കാനായിട്ട് അവരെന്ത് ചെയ്യും? തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്താണ് അവരുടെ സ്ട്രെങ്ത് ഇത്രയും കൂടി അല്ലെ അവരുടെ ശക്തി ഇത്രയും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകളിലാണ് അല്ലെ അവര് വർക്കേഴ്സ് കം ടുഗദർ ടു ഫോം എ ട്രേഡ് അല്ലെ ഫോം ദ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനുകൾ രൂപീകരിച്ചിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും അല്ലെ. ഈ യൂണിയനുകളെ പറയുന്ന മറ്റൊരു പേരാണ് വർക്കേഴ്സ് ഓർഗനൈസേഷൻസ്. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ നിലകൊള്ളുന്നത്? എഗെയിൻസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഗെറ്റ് മാക്സിമം ഹെൽപ്പ് ഫ്രം ദീസ് യൂണിയൻസ്. യൂണിയനിൽ നിന്ന് അല്ലെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അല്ലെ മാനേജ്മെന്റിൽ നിന്നും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പവർ എതിരെ അല്ലെ അത്
നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. Then the primary objective of the trade union is to safeguard the economic rights of the workers with the help of collective bargaining and also by ascertain the pressure on the management using political and economic strategies. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയാണ് തീർച്ചയായിട്ടും പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെ, പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ആയിട്ടുള്ള റൈറ്റ്സ് അല്ലെ, തൊഴിലാളികളുടെ സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ അവര് എങ്ങനെയായിട്ട് നേടിക്കൊടുക്കുന്നത്? തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ അല്ലെ, പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവരെ മാനേജ്മെന്റ് ആയിട്ട് അല്ലെ ഒരു നെഗോഷിയേഷൻ ചർച്ചകളിലൂടെ തന്നെ നിലപേശി അവരെ വാദപ്രതിവാദങ്ങളുടെ ഇടയിൽ നമുക്കറിയാം അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് അവര് ശ്രമിക്കുന്നത്. സോ അത്തരത്തില് യൂണിയനുകൾ അവരുടെ സേഫ് ഗാർഡ്, അവരുടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തൊഴിലാളികൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇത്തരത്തില് വർക്കേഴ്സ് എന്തുകൊണ്ടാണ് ആ ഒരു അല്ലെ, നമ്മൾ ആ ഒരു ചാർട്ടിൽ കണ്ടായിരുന്നു, യൂണിയന്റെയും കൂടി ഒരു സപ്പോർട്ട് അല്ലെ, അവരുടെ പ്രേരണയോട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയിരിക്കുന്നത്. അപ്പൊ ഈ ആക്ടർ അല്ലെ, ഈ ഒരു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഇന്റഗ്രൽ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്റെ അവകാശങ്ങളൊക്കെ തൊഴിലുടമയിൽ നിന്നും ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കേ അല്ലേ? ണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. 3 ആക്ടേഴ്സിനെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ട്രേഡ് യൂണിയൻ, എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ചേർത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കാരണം അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ യൂണിയൻ അംഗങ്ങളുടെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമാണ് ചിലപ്പോൾ മാനേജ്മെന്റിൽ നിന്ന് അവരുടേതായിട്ടുള്ള റൈറ്റ്സുകൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അതില് ജസ്റ്റ് ചെറിയ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് നമുക്കറിയാം അല്ലെ, മറ്റു യൂണിയന് പറയുന്ന മറ്റൊരു പേരെന്താന്നുള്ള രീതിയിൽ ചെറിയ സിമ്പിൾ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് നോട്ട് ചെയ്യാം. അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ ഈസ് ടു സേഫ്ഗാർഡ് ദ എക്കണോമിക് റൈറ്റ്സ് ഓഫ് ദ വർക്കേഴ്സ് അല്ലെ, അവിടെ വർക്കേഴ്സിന്റെ എക്കണോമിക് റൈറ്റ്സ് അത് സുരക്ഷിതമായിട്ട് നേടിക്കൊടുക്കാനായിട്ടുള്ള ഒരു സേഫ്ഗാർഡ് ആയിട്ട് നിലകൊള്ളുന്നത് യൂണിയൻ നേതാക്കളായിരിക്കും. അത് എങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ, അവിടെ വിലപേശിയാണ് അവര് നേടിക്കൊടുക്കുന്നത്. മാനേജ്മെന്റിൽ നിന്ന് വിലപേശിയിട്ടാണ് അവര് ഇത് നേടിക്കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ചെയ്താവോ? നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഇതാണ് തൊഴിലുടമകളും അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷൻ. അപ്പൊ എംപ്ലോയേഴ്സ് ആർ എ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ തന്നെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷന്റെ. ഹി ഈസ് ദ വൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിംഗ് ജോബ്സ് ടു ദ വർക്കേഴ്സ്, പേയിങ് ദ വേജസ് ആൻഡ് പെൻസ് and controlling the work relations with the help of rules and regulations and by enforcing labor legislations. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിൽ തരുന്നവരെ നമ്മൾ അല്ലെ പ്രധാനപ്പെട്ട വേരിയബിൾ. അവര് തൊഴിൽ തന്നില്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾ തന്നെയാണ്. ദെൻ അവരാണ് വേജസ് ലഭ്യമാക്കുന്നത്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷനുകളൊക്കെ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു അല്ലെ സപ്പോർട്ടോട് കൂടി അവർ തരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് തൊഴിലാളികൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം അവര് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അല്ലെ നിയമപരമായിട്ടുള്ള ആക്ടുകളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം കീഴ്വഴങ്ങിയിട്ടാണ് തൊഴിലാളികളെയും കൂട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലെജിസ്ലേഷൻ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ
അതിനോടൊപ്പം തന്നെ ചരിച്ചിട്ടാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. The worker is expected to abide by the rules and laws. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമകള് അല്ലെ നൽകുന്ന കാര്യങ്ങളൊക്കെ അല്ലെ നിയമങ്ങളെല്ലാം ചട്ടങ്ങളെല്ലാം തന്നെ പാലിക്കുക എന്നുള്ളത് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അല്ലെ. The worker is expected to abide by the rules and laws. Okay, എല്ലാ നിയമങ്ങളെല്ലാം തന്നെ വർക്കർ തൊഴിലാളികളെല്ലാം പാലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സ്വമേധയെ നമുക്കറിയാം എല്ലാവർക്കും അല്ലെ ഏതൊരു ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. എംപ്ലോയർ ഫണ്ട് ഇറക്കി എന്തെങ്കിലും തൊഴിൽ സ്ഥാപിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാകുന്നത്. അവർക്ക് അതിനനുസരിച്ചുള്ള വേജസും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകേണ്ട ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതനുസരിച്ചിട്ട് നിയമാനുസൃതമായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. തൊഴിലുടമ ഇറക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് തൊഴിലാളികൾ ബാധ്യസ്ഥരാണ്. And he is also expected to give his full effort into the task. Okay, അവര് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു തൊഴിലാളികൾക്ക് വേതനം കൊടുത്ത് അവിടെ എന്താണ് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാക്സിമം എഫേർട്ട് അവരെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. An industrial dispute occurs when the workers are and the employers have conflicting expectations. ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ്? തൊഴിലുടമ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ അല്ലെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തൊഴിലാളി അതനുസരിച്ചിട്ട് റിട്ടേൺ സമയം അല്ലെ ലഭ്യമാക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ, സാധ്യതയില്ലേ. ഒരു നിശ്ചിത വേതനം കൊടുത്തുകൊണ്ട് തൊഴിലാളികളെ അവിടെ ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ചിട്ട് അവര് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെ തൊഴിലുടമയ്ക്ക് അത് സ്വീകാര്യമാകുമോ? ആയിരിക്കോ? സ്വീകാര്യമാകുമോ? വേതനം കൊടുക്കുന്നതനുസരിച്ചിട്ട് വേതനം കൊടുത്തിട്ടും തൊഴിലാളികൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല എങ്കിൽ തൊഴിലുടമ അവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുമോ? ഇല്ല അല്ലെ. അവരെ തീർച്ചയായിട്ടും സ്വീകാര്യമല്ല അല്ലെ. അവർക്ക് ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരല്ലേ, പ്രതീക്ഷിക്കുന്നത് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. സോ അതെന്താണ് ലഭ്യമായില്ല എങ്കിൽ എന്താണ് അവരതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കും. സോ അതുകൊണ്ട് തന്നെ പറയാൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ്? തൊഴിലുടമ പ്രതീക്ഷിക്കുന്നതനുസരിച്ചിട്ട് തൊഴിലാളി മുന്നോട്ട് പോയില്ലെങ്കിലാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. Then employers usually have a greater power of bargaining than the workers, but when compared with the trade unions, their power is considerably low. Okay, നമുക്കറിയാം തൊഴിലാളികൾ മാത്രം വന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലെ ഞങ്ങൾക്ക് ഇത്തിരി സാലറി കൂട്ടി തരണം, ഞങ്ങൾ ഇങ്ങനെയാണ് അല്ലെ അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊഴിലുടമ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവിടെ പവർ അല്ലെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് തൊഴിലുടമയ്ക്ക് തന്നെയായിരിക്കും അല്ലെ, അവരാണ് തൊഴിൽ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇറക്കാനായിട്ടുള്ള അവകാശം കൂടി തൊഴിലുടമയ്ക്കുണ്ട്. അതേസമയം യൂണിയന്റെയും കൂടി ഒരു സപ്പോർട്ട് വരുമ്പോഴെന്താണ് അത്രയും പവർ ഉണ്ടാവില്ല അല്ലെ. കാരണം യൂണിയന്റെയും ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് അവർ ബാർഗെയിൻ ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഒരു സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ അത്രയും പവർ ആർക്കുണ്ടാവില്ല, തൊഴിലുടമയ്ക്ക് ഉണ്ടാവണമെന്നില്ല. Then വീണ്ടും to balance the situation, understand at par with the trade unions, employers also have their organizations. So ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം തൊഴിലുടമ എന്താണ് യൂണിയനോടൊക്കെ നല്ല രീതിയിൽ അഗ്രചത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. ദീസ് ഓർഗനൈസേഷൻസ് എന്താണ് pressurize with both the government and trade unions and safeguard employers well-being. അല്ലെ അവിടെ പ്രഷറൈസ് എന്ന് പറയാൻ കാരണം അവർക്ക് കൂടുതൽ സമ്മർദ്ദം വരാണ് അല്ലെ. കാരണം ഗവൺമെന്റിനെ അവരെ സംതൃപ്തിപ്പെടുത്തണം. തൊഴിലുടമ എന്തെങ്കിലും തൊഴിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ഒരു ഇൻഡസ്ട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റിന്റെ റൂൾസ് ഒക്കെ എന്താണ് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം അല്ലെ. ഗവൺമെന്റ് ഇറക്കുന്ന ആ റൂൾസ് അല്ലെങ്കിൽ ആക്ടിലുള്ള എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ യൂണിയനുകളുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് തൊഴിലാളികൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ അവരെ സംതൃപ്തിപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. കാരണം അല്ലെ അല്ല എങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് എംപ്ലോയർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവും അല്ലെ. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായിട്ട് വരും. സോ അവരോടൊക്കെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടത് മതിയായി തീരൂ എന്നുള്ള നിലപാടിലേക്ക് എത്തേണ്ടത് ആവശ്യമായിട്ട് വരും. ദീസ് ഓർഗനൈസേഷൻസ് എന്താണ് കൂടുതൽ അല്ലെ ഹൈ പ്രഷർ ആണ് കിട്ടുന്നത് അല്ലെ. പ്രഷറൈസ് ബോത്ത് ദ ഗവൺമെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആൻഡ് സേഫ് ഗാർഡ് എംപ്ലോയേഴ്സ് വെൽബീയിങ്. ഓക്കെ,
എംപ്ലോയേഴ്സിന്റെയും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് എംപ്ലോയേഴ്സിന്റേതായിട്ടുള്ള ഓർഗനൈസേഷനുകളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോഴൊക്കെ നമുക്കറിയാം നമ്മളിപ്പോ എന്തെങ്കിലും ടാക്സ് ഒക്കെ കൂടുതൽ, നികുതി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ കൂട്ടുകയാണെങ്കിൽ അല്ലെ, അവര് ഒറ്റക്കെട്ടായിട്ട് തൊഴിലുടമകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അസോസിയേഷനൊക്കെ ആയിട്ട് അല്ലെ രൂപീകരിച്ചിട്ടായിരിക്കും അവര് എന്താണ് ഗവൺമെന്റിന് നിവേദനങ്ങളോ ഇതൊക്കെ സമർപ്പിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ, തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷനുകളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ചെയ്യണോ? രണ്ട് ആക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് തൊഴിലാളികള്, അവരുടെ കൂട്ടത്തില് നമുക്കറിയാം യൂണിയനുകളുണ്ട്, തൊഴിലുടമകള്, അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഓർഗനൈസേഷനുകളും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാറുള്ളത് ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. ഓക്കെ, ഏതൊരു ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിലും നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുമ്പോൾ തന്നെ നമുക്ക് പെർമിഷൻ ഒക്കെ വേണം അല്ലെ. ആ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതാണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അത് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെ നമുക്കറിയാം ഗവൺമെന്റിന്റെ പെർമിഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഈ കേസ് അല്ലെ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും എല്ലാത്തിനും നമുക്കറിയാം അനുമതികൾ തേടിയതിനു ശേഷം മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഏതൊരു ഇൻഡസ്ട്രിയും ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി ദ കെയർ ടേക്കർ ഓഫ് ദ നേഷൻ. ഓക്കെ, നമുക്കറിയാം രാജ്യത്തിന്റെ പരിപാലകരാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നത്. Therefore, it plays a balancing role. ഒരു ബാലൻസിങ് റോൾ അവര് നിലപാടുകൾ എടുക്കും അല്ലെ. തൊഴിലാളികൾക്ക് ക്ഷേമം ഉണ്ടാവണം, തൊഴിലുടമയ്ക്കും നഷ്ടം വരരുത്, അതനുസരിച്ചിട്ട് സൊസൈറ്റിക്കും ഗുണമുണ്ടാവണം എന്നുള്ള നിലപാടൊക്കെ എടുത്തിട്ടാണ് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇറക്കുന്നത്. അത് ഫോളോ ചെയ്യാനായിട്ട് ഏതൊരു ഇൻഡസ്ട്രിയും ബാധ്യസ്ഥരാണ്. It affects industrial relations by formulating the policy of labor and industrial relations, implementing labor legislations, act as a mediator and resolve disputes, etc. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് നമ്മളെ ആരെയും സമീപിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് നമ്മൾ സമീപിക്കുന്ന ആരെയായിരിക്കും? ആദ്യം നമ്മൾ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും, അതൊക്കെ ഒന്ന് പരിഹരിച്ചു പോകാനൊക്കെ ശ്രമിക്കും. അതിൽ പറഞ്ഞു നോക്കുന്നല്ലേ ഒത്തുതീർപ്പിനൊക്കെ പറ്റുമോ എന്നൊക്കെ അതൊക്കെ ശ്രമിക്കും. അവസാനം ഒന്നും പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ആരെ സമീപിക്കുക? നമ്മുടെ രാജ്യത്ത് എന്താണ് അതിനുള്ള സാധ്യത വരുന്നത്? തൊഴിലാളികളുടെ ക്ഷേമം ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയുടെ പ്രോബ്ലം ആയിക്കോട്ടെ, എംപ്ലോയറുടെ പ്രോബ്ലം ആയിക്കോട്ടെ, ആ പ്രോബ്ലമിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അല്ലെ ഒരു നെഗോഷിയേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കുക? ആരെ സമീപിക്കില്ലേ? നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഗവൺമെന്റ് ചെയ്തു തരുന്നില്ലേ? കോർട്ടിനെ സമീപിക്കും. യെസ്, ഗുഡ്. അപ്പൊ കോടതിയെ സമീപിക്കും അല്ലെ. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിലപാടുകൾ എടുക്കുന്നുണ്ട് അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കറിയാം, കോടതി നിയമങ്ങൾക്ക് കോടതി അതിൻ്റെതായിട്ടുള്ള രീതികളിൽ മുന്നോട്ട് പോകും. ഏത് കൂട്ടർക്കാണോ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവർക്ക് അനുകൂലമായിട്ട് കോടതി വിധി വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനൊക്കെ പ്രധാനമായിട്ടും ഗവൺമെന്റ് പോളിസികളാണ് മുൻതൂക്കം വരുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നോക്കുക, ഇറ്റ് അഫക്ട്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബൈ ഫോർമുലേറ്റിംഗ് ദ പോളിസി ഓഫ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, implementing labor legislations, act as a mediator and resolve disputes, etc. അല്ലെ. അവിടെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, നിയമങ്ങൾ ഫോർമുല ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അല്ലെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അവിടെ ലഭ്യമാകുന്നത്. സോ ഒരു മീഡിയേറ്റർ ആയിട്ട് അല്ലെ നമ്മുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഈ പോളിസികളൊക്കെ നിലകൊണ്ടു പോകുന്നത്. It intends to control the working and behavior of both the employees and employers in an organization. ഓക്കെ, നമുക്കറിയാം അവിടെ വർക്കിംഗ് ബിഹേവിയർ എടുത്തു കഴിഞ്ഞാൽ തൊഴിലുടമ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തൊഴിലാളികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നല്ല നിലപാട് എടുക്കേണ്ടതാണ് അല്ലെ. പോളിസികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടും അവര് അല്ലെ നിശ്ചിതമായിട്ടുള്ള ഡ്യൂട്ടി അതിന് ചെയ്യുന്നില്ല എങ്കിൽ തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. എവിടെയാണെങ്കിലും അല്ലെ ഏതാണെങ്കിലും നീതി ഇരുകൂട്ടർക്കും ആർക്കാണെങ്കിലും ലഭ്യമാക്കേണ്ടതുണ്ട്.
The central and state government controls and affects industrial relations using laws, agreements, awards of courts, etc. Okay, നമുക്കറിയാം നിയമങ്ങളും അല്ലെങ്കിൽ കരാർ വ്യവസ്ഥകളും അല്ലെ അവിടെ കോടതിയുടേതായിട്ടുള്ള പരദൂഷ്യങ്ങളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. Third parties and labor and tribunal courts come in the category. ഓക്കെ, നമുക്കറിയാം വ്യവസായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കോടതികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോടതിയിലൊക്കെ നമ്മൾ അല്ലെ എംപ്ലോയീസിന്റേതായിട്ടുള്ള അവകാശങ്ങൾ പരിഹരിക്കാനായിട്ടാണെങ്കിലും എംപ്ലോയറുടേതായിട്ടുള്ള അവകാശങ്ങൾ പരിഹരിക്കാനായിട്ടാണെങ്കിലും ഇൻ കേസ് നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി അല്ലെ അത് വിപണനത്തിൽ ഏർപ്പെടുന്നതായിരിക്കും നെക്സ്റ്റ് അതേപോലെ ഒരു ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നത്. സോ രണ്ട് ഇൻഡസ്ട്രികളിൽ നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവിടെയും തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാനായിട്ടുള്ള നിയമാവശ്യങ്ങളൊക്കെ കോടതി അല്ലെ അവിടെ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കോടതികളെ സമീപിച്ചിട്ടാണ് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. സോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇതിനനുസരിച്ചുള്ള റൂൾസ് അല്ലെ ലോകൾ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളെല്ലാമാണ് ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത്. സോ അടുത്ത ആക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. അത് കോടതി നിയമങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് അല്ലെങ്കിൽ അഗ്രിമെന്റ് ലോസുകൾക്കൊക്കെ അനുസൃതമായിട്ടാണ് ഇതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മെയിനായിട്ട് ചോദിച്ചു കാണാറുള്ളത് ആക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ആണ് പാർട്ടീസ് അല്ലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനുകളും എംപ്ലോയേഴ്സിന് എംപ്ലോയി അസോസിയേഷനുകളും ഗവൺമെന്റിനാണെങ്കിൽ കോർട്ട് ആൻഡ് ട്രൈബ്യൂണൽസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് മസ്റ്റായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ട് ആ ഭാഗത്തുനിന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയർ റിലേഷൻസ്. ഈ പറഞ്ഞ എംപ്ലോയറുടെ തൊഴിലാളികളുടെ ബന്ധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ, ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് നമ്മുടെ എംപ്ലോയീസിന്റെ റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോ അത് വിവരിച്ച് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ എക്കണോമിക് ഫാക്ടേഴ്സിൽ നമുക്കറിയാം നമ്മള് അല്ലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെ. അവർക്ക് ഏതൊരു എംപ്ലോയി ആണെങ്കിലും അത്യാവശ്യം സാമ്പത്തികം മെച്ചപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും തൊഴിലിടത്തിലേക്ക് വരുന്നത്. നോക്കാം, the structure of economy, socialist, capitalist or a mixed determines the economic factor. സാമ്പത്തിക ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ മുതലാളിത്ത അല്ലെങ്കിൽ മിശ്രിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥകളൊക്കെ ആ ഒരു ഘടനയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. നമുക്ക് the character and the composition of the workforce, demand and the supply of labor and the association of labor would determine the economic position of a workforce and also strength of a bargaining which affected the industrial relations. Okay, അപ്പൊ മുതലാളിത്ത അല്ലെങ്കിൽ എന്താ പറയുക മിക്സഡ് അല്ലെ, അവിടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചില വ്യവസായ സ്ഥാപനങ്ങളിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. എന്നാൽ ചിലതില് മിക്സഡ് സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ചിലതാണെങ്കിൽ അല്ലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. നമുക്കറിയാം ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ രീതി അനുസരിച്ചിട്ട് തന്നെ
ഈ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ആവശ്യകതകളെല്ലാം നിറവേറ്റാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ബാർഗൈനിങ് സ്ട്രെങ്തിന് വ്യത്യാസമുണ്ടാവും. ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥയൊക്കെ ആണെങ്കിൽ എന്താ പ്രത്യേകത? നമുക്കറിയാം ബാർഗൈനിങ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് അല്ലെ. ഒരു മൊണോപ്പൊളി അല്ല അവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ മിക്സഡ് ആയിട്ട് അല്ലെ ഇവിടെ എന്താണ് നമുക്ക് ഒരു യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം നമുക്കറിയാം എന്താണ് അടിമകളെ പോലെ തന്നെ പണിയെടുപ്പിച്ചുകൊണ്ട് അല്ലെ അവിടെ മേധാവിത്വം അല്ലെ തൊഴിലുടമാന്ന് പറയുന്നത് മുതലാളിത്ത സാമ്രാജ്യത്തില് ഇതുകൊണ്ട് തന്നെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്യുന്നു. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് തൊഴിലാളികളുടെ രീതിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാർഗൈനിങ് പവറൊന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടൊന്നും സാധിക്കില്ല. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു രീതിയൊക്കെ ആയിരുന്നു അല്ലെ. ഇപ്പൊ ആ കാര്യങ്ങളൊന്നും നടപ്പാകില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശ ഇന്ത്യയിലൊക്കെ എന്താണ് ബാർഗൈനിങ് പവർ അല്ലെ യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. എക്കണോമിക് ഫാക്ടർ മനസ്സിലാക്കുക. ദ സ്ട്രക്ചർ ഓഫ് എക്കണോമി അല്ലെ, അത് 3 തരത്തിലുള്ള സ്ട്രക്ചർ ഘടനയുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത്. അതാണ് എക്കണോമിക് ഫാക്ടറിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയില് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ ആണോ? എക്കണോമിക് പൊസിഷൻ ലാസ്റ്റ് സെന്റൻസിൽ നോക്കുക. അസോസിയേഷൻ ഓഫ് ലേബർ would determine the economic position of the workers and also strength of bargaining which affected the industrial relations. അല്ലെ, അവിടെ നമുക്കറിയാം നല്ലൊരു അല്ലെ അവിടെ വ്യവസായ ബന്ധങ്ങളെ ബാധിക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബന്ധത്തോടു കൂടിയിട്ട് അല്ലെ ആ ഒരു യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്ട്രെങ്തോട് കൂടിയിട്ട് ബാർഗൈൻ ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ഒരു രീതി അല്ലെ ആ ഒരു സ്ട്രക്ചർ ആണ് എങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം സാലറി കൂട്ടിത്തരണമെന്ന് തൊഴിലുടമയോട് ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് കേൾക്കാനായിട്ടുള്ള ഒരു അല്ലെ ഒരു സാധ്യത ഉണ്ടാവണം. അതല്ല എങ്കിലും നമുക്കറിയാം അത് ആ ഒരു ഒപ്പീനിയൻ ഒരാശയം എന്താണ് തൊഴിലുടമയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബാർഗൈനിങ് പവർ കുറവുള്ള സ്ഥലങ്ങളില് ഇൻഡസ്ട്രികളില് അല്ലെ യൂണിയനൊന്നും സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ എന്താണ് തൊഴിലാളികൾക്ക് എന്താണ് തൊഴിലുടമയോട് ഇന്ന കാര്യങ്ങൾ അവകാശപ്പെടാനായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതേസമയം യൂണിയനൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ എന്താണ് അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ബാർഗൈനിങ് പവർ നേടിയെടുക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്തും കൂടുതലായിരിക്കും. ഓക്കെയാണോ എക്കണോമിക് ഫാക്ടേഴ്സ്? ാണോ എന്നും പറയേണ്ടതുണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ പറയുന്നത്? ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, working of labor courts or industrial tribunals, labor unions and employee organizations are the institution factors. എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ പെടുന്നത്? ഗവൺമെന്റിന്റെ നിയമങ്ങള്, ലേബർ ലോസ് അല്ലെ തൊഴിലാളി നിയമങ്ങള്, അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ലേബർ കോഡ്സ് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻസ് അല്ലെ ഇതെല്ലാം ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇതിലേക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? അതായത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് കൂലി കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്വേഷൻസ് ഒക്കെ തരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഈ ലോകളുടെ അല്ലെ നിയമങ്ങളുടെയും ആ ഒരു കോർട്ടിനേക്ക് സമീപിക്കാനായിട്ടുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ടായിരിക്കും. സോ അതനുസരിച്ചിട്ട് അവരുടേതായിട്ടുള്ള നീതി നേടിയെടുക്കാൻ സാധിക്കും. The industrial relations scenario is also affected by religious and social institutions by way of existing value systems and by ensuring their compliance. Example, gender based existing in certain industries and countries. Okay, ചിലപ്പോൾ നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ മതപരമായ രീതിയിലൊക്കെ അല്ലെ അത് മുന്നോട്ട് നമുക്കറിയാം ചിലപ്പോൾ പ്രാദേശിക അവധികൾ വരെയുണ്ട് അല്ലെ. ചില ഫങ്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ
അല്ലെ ചില ഫെസ്റ്റിവലൊക്കെ ടൈമുകളിൽ പ്രാദേശികമായിട്ടുള്ള അവധികൾ വരെയുണ്ട്. അത് ആ പ്ലേസിൽ മാത്രമാണ് അല്ലെ. ഇത് ആ ഒരു നിയമം അവിടെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തരത്തില് റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെ പെടുന്നുള്ള കാര്യം മാത്രം വയ്ക്കുക. ഗവൺമെന്റിന്റെ നിയമങ്ങൾ അല്ലെ, ലേബർ ലോസുകള്, വർക്കിംഗ് ഓഫ് ലേബർ കോഡ്സ് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, തന്നെ ലേബർ യൂണിയൻ ആൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻസ്, ഇതെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ നിയമാനുസൃതമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിനും സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ാണോ? നമ്മളൊരു വ്യവസായ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുയോജ്യമായിട്ട് ആ ഒരു പ്രാദേശികമായിട്ടുള്ള നിയമസാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു ചില ഇൻഡസ്ട്രിയിൽ പോകാനായിട്ട് ചിലർ താല്പര്യപ്പെടില്ല. കാരണം എന്താണ്, അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ ചിലപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അവിടെ ബാർഗെയിനിങ് പവർ ഒന്നും ഇല്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല അല്ലെ. ചിലര് അങ്ങനെയായിരിക്കും നമ്മൾ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അപേക്ഷകളൊക്കെ കൊടുക്കുന്നത്. ആ ഒരു കമ്പനിയിൽ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും അല്ലെ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതും നമുക്കറിയാം ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതികളിൽ ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അത്തരത്തിലുള്ള രീതി തന്നെ അല്ലെ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുകയും അതനുസരിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ എന്താണോ ആ ഒരു ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ അനുസരിച്ചിട്ടായിരിക്കും അവിടെയുള്ള തൊഴിലാളികൾക്കും ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിലാണെങ്കിൽ നമുക്കറിയാം നിയമാവലികളുടെ കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. വീണ്ടും ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അതായത് ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് എ മെത്തേഡ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തുന്നത് അല്ലെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാം മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രി നമുക്കറിയാം നിലനിന്ന് പോകണമെങ്കിൽ തൊഴിലുടമ ജസ്റ്റ് വർക്ക് ചെയ്ത് മാത്രം പോയാൽ പോരാ അല്ലെ. പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഏത് സമ്പദ് വ്യവസ്ഥയാണോ ഫോളോ ചെയ്യുന്നത് ആ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും അല്ലെ, അത് കൃത്യമായിട്ട് ആ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ആ ഇൻഡസ്ട്രിക്ക് ഈ കാലഘട്ടത്തിലൊക്കെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അല്ലായെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രിക്ക് ഒക്കെ നിലനിന്ന് പോകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള കാര്യമാണ്. അതായത് മെത്തേഡ്സ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര. An organization that is technologically more advanced needs a lesser human capital and hence the bargaining power of the employee organization decreases. ഓക്കെ, നമുക്കറിയാം ആ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ കൂടുതലായിട്ടും മെഷീന്റെ അല്ലെ ടെക്നോളജിയുടെ ഉപയോഗമാണ് കൂടുതൽ. മാൻ പവർ എന്ന് വെച്ചാൽ വളരെ കുറവാണ് അല്ലെ. അവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ടെക്നോളജിയാണ് യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ബാർഗെയിനിങ് പവർ ഒക്കെ കുറവായിരിക്കും. കാരണം വർക്ക് ചെയ്യുന്നവര് കുറച്ച് പേരുള്ളൂ, അപ്പൊ സ്ട്രെങ്ത്തും കുറവാണ് അല്ലെ. അവർക്ക് എന്തെങ്കിലും വിലപേശി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ശക്തിയും കുറവായിരിക്കും. Greater progression in technology and advancement in the proficiency of workers have also introduced a new class of employees called the knowledge workers who possess a different set of requirements and goals. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് അനുസരിച്ചിട്ടുള്ള അറിവ് അല്ലെ അവര് നേടിയെടുക്കേണ്ടതായിട്ട് വരും. പുതിയത് എന്താണോ അതനുസരിച്ചിട്ട് തന്നെ മാറ്റങ്ങൾ നേടിയെടുക്കണം അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള ഗോളിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും വേണം അല്ലെ. അപ്പൊ പുതിയതിനെ ആശ്രയിച്ച് പുതുമ എന്താണോ പുതുമതിനെ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി വരികയാണെങ്കിൽ ചേഞ്ചസ് വരുത്തും. ദെൻ വീണ്ടും അല്ലെ പുതുമയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേഞ്ചസ് ചെയ്ത് മുന്നോട്ട് പോകും. സോ വർക്കേഴ്സ് ആണെങ്കിലും ആ ഒരു രീതിയിൽ പുതുമയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടും പ്രധാനമായിട്ടും വരും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ടെക്നോളജി ഫാക്ടേഴ്സ് ആണെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസും
കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബാർഗെയിനിങ് പവർ എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കോ ഡിക്രീസ് ആയിരിക്കോ? ബാർഗെയിനിങ് പവർ ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, കുറവായിരിക്കും. നെക്സ്റ്റ് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഓരോന്നിന്റെ ആ ഹെഡിങ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത്, ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ടെക്നോളജി എന്ന് പറയുന്നത് പുതുമയുള്ള മോഡേണൈസേഷന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് അല്ലെ പ്രാധാന്യം കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്താണ്? നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ അല്ലെ, ഘടകങ്ങളും ഉണ്ട് അല്ലെ. രാഷ്ട്രീയപരമായിട്ട് ചില ഇൻഡസ്ട്രിയിൽ കുറെ യൂണിയനുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരോട് ഒപ്പം ചേർന്ന് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായിട്ട് വരും അല്ലെ. The political factors comprise the political system, political parties and their principles. Okay, നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായിട്ടുള്ള തത്വങ്ങൾ അല്ലെ, തത്വത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ അഫക്റ്റഡ് ബൈ ദ റൈസ് ആൻഡ് പവർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ മെത്തേഡ്സ് ദേ യൂസ് വൈൽ ക്രിയേറ്റിംഗ് പോളിസീസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും പറയുന്നത് എന്താണ്? പോളിസികൾ അഫക്റ്റഡ് ബൈ റൈസ് ആൻഡ് പവർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അവരുടെ ആ പവർ അല്ലെങ്കിൽ അതെല്ലാം റൈസ് ചെയ്യുന്നത് അല്ലെ, അത് വർദ്ധിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അല്ലെ പൊളിറ്റിക്കൽ സ്വാധീനത്തോട് കൂടിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. മെത്തേഡ് ദേ യൂസ് വൈ ക്രിയേറ്റീവ് പോളിസീസ്, അവര് അതനുസരിച്ചിട്ടുള്ള പോളിസികൾ അല്ലെ. ഇപ്പൊ ഗവൺമെന്റിന്റെ ആണെങ്കിൽ അല്ലെ, ഇപ്പൊ മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള യൂണിയന്റെ ഗവൺമെന്റ് ആണ് നിലകൊള്ളുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പോളിസി നിയമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരും അല്ലെ. ആക്ടിലാണെങ്കിൽ നിയമങ്ങളൊക്കെ ഭേദഗതികളൊക്കെ വരുത്തി മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the workers. തീർച്ചയായിട്ടും ഈ പോളിസികൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? അവിടെയുള്ള വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള പോളിസികളായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെ. ഇന്ന യൂണിയന്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ യൂണിയന്റെ ലീഡേഴ്സ് എപ്പോഴും എന്തായിരിക്കും? അവരുടെ കീഴിലുള്ള മെമ്പേഴ്സിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനായിരിക്കും മാറ്റങ്ങൾ വരുത്തുന്നത് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുത്ത് അവിടെയുള്ള വർക്കേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന നിയമങ്ങളൊക്കെ അല്ലെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. On the other hand, if the political parties are in any way financially dependent on the corporate lobby, the political equations would then be totally different. ഓക്കെ, അവരുടെ ഒരു രീതിയൊക്കെ അനുസരിച്ചിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ടൊക്കെ ഉള്ള ഒരു അല്ലെ സ്വാധീനം അല്ലെ, സാമ്പത്തിക സ്വാധീനമുള്ള അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് അല്ലെ വ്യത്യസ്തമായിരിക്കും. ആ സാമ്പത്തിക സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് അവരുടെ മാറ്റങ്ങളൊക്കെ അല്ലെ ഇക്വേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സാമ്പത്തികാവസ്ഥ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയാണെന്ന് വിശേഷിപ്പിക്കാം. There are certain countries when state capitalism exists and collective bargaining is totally discouraged. ചില കൺട്രികളിലൊക്കെ ആണെങ്കിൽ ഈ ബാർഗെയിനിങ് പവർ അല്ലെ, നമ്മളിപ്പോ യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബാർഗെയിനിങ് പവറിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇൻ സച്ച് സെനാരിയോ trade unions have no value until labor management relations are dealt with strictly അല്ലെ. ആ ഒരു രീതി നമുക്ക് നോക്കുകയാണെങ്കിൽ ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് ആണ് ഡീൽഡ് വിത്ത് സ്ട്രിക്റ്റ്ലി, അത് സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. അതായത് തൊഴിലുടമ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനേ അവിടുത്തെ തൊഴിലാളികൾക്ക് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനപ്പുറം ഇങ്ങനെ ഒരു ബാർഗെയിനിങ് ഒക്കെ നടത്തിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. In countries like the former USSR, state socialism system and trade unions have definite responsibilities and functions under the purview of the government. Okay, USSR-ലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസം ആണ് നിലകൊള്ളുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരുടെ സ്വാധീന ശക്തി കൊണ്ട് തന്നെ യൂണിയന്റെ ഒക്കെ സ്വാധീന ശക്തി കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. Since India has a mixed economic system, conciliation, arbitration, adjudications, participative management and collective bargaining are all a part of industrial relations. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അവർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താണ് മധ്യസ്ഥം വഹിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഒരു മിക്സഡ് എക്കോണമിക് സിസ്റ്റം ആണ് ഫോളോ ചെയ്ത് പോകുന്നത് അല്ലെ. മിക്സഡ് എക്കോണമിക് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്താണ്?
ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. കോടതിയെ സമീപിക്കാം, അതോടൊപ്പം തന്നെ എന്താണ് മധ്യസ്ഥത്തിന് വഹിക്കാൻ യൂണിയൻ നേതാക്കളെ നമുക്ക് എടുക്കാം, അല്ലെ, അവിടെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഡിസിഷനൊക്കെ എടുക്കാൻ, തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, അല്ലെ, അതും കൂടിയൊക്കെ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് അത്തരത്തിലുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ മുതലാളിത്ത സാമ്രാജ്യമായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നത്. തൊഴിലുടമ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇന്ത്യയിലൊക്കെയുള്ള ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്, അല്ലെ. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭ്യമായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെയാണോ? നമ്മള് ഒരു 4 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ പറയുന്നത്? These factors are about different rules, ethics and principles that exist in a society. Okay, സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത നിയമങ്ങളും അല്ലെങ്കിൽ എത്തിക്സുകൾ, പ്രിൻസിപ്പിൾസ്, അതായത് തത്വങ്ങളും, അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. In countries like the USA, where there is a stable social political order, the government encourages a general philosophy of free enterprises or a democratic capitalism. Okay, ചില കൺട്രികളിലൊക്കെ ആണെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്യാപിറ്റലിസം, സമൂഹത്തിൽ നിന്ന്, അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ജനറൽ ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. In this type of countries, collective bargaining is supported by the law and government involvement. Okay, തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അതായത് അങ്ങനെ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെയും കൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെ, ഇന്ന കാര്യങ്ങൾക്കൊക്കെ വോട്ട് രേഖപ്പെടുത്തിയൊക്കെ അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള, അല്ലെ, അപ്പൊ അവരുടെ എത്രത്തോളം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ സപ്പോർട്ടിന് അനുസരിച്ചിട്ട് തന്നെ ചില തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. Scandinavian country and the UK, where a democratic socialism exists, active bargaining is the regular model without the need of the government to get involved. ചിലടത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഡെമോക്രാറ്റിക് സോഷ്യലിസം തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും എന്താണ് അവിടെ വിത്തൗട്ട് ദ നീഡ് ഓഫ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ അവിടെയുള്ള തൊഴിലാളികളുടെ തന്നെ, അല്ലെ, അവരുടെ ബാർഗെയിനിങ് പവർ കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കൺട്രികളുമുണ്ട്. ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ചില തീരുമാനങ്ങളൊക്കെ ഇപ്പോഴും എടുത്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഗവൺമെന്റിന്റെ പങ്കാളിത്തം വേണമെന്നില്ല, ബാർഗെയിനിങ് പവർ ഉണ്ട്, അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സാംസ്കാരിക രീതികൾ, അല്ലെ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതികളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരായിട്ടും ഏത് രീതിയാണോ ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് ആ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്.
ഓക്കെ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം, ചിലടത്ത് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. ചിലടത്ത് നമുക്കറിയാം ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ട്, ചിലടത്ത് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഇല്ല, അല്ലെ? ഓരോ കൺട്രികളുടെ ആ രീതി അനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാനത് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആണ്. Organization factors നോക്കാം. These factors consist of a management style existing in the organization, is a perspective organization environment, health of the organization, degree of competition, flexibility towards changes and diverse HR policies. Organization factors ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അതായത് ഓർഗനൈസേഷന്റെ ആ ഒരു സ്റ്റൈല് അല്ലേ, അത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് അവരുടെ താരങ്ങളും ഓർഗനൈസേഷന്റേതായിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റ് അല്ലെ, ഒരു പരിസ്ഥിതികമായിട്ടുള്ള ഒരു രീതികൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ഒരു ആരോഗ്യാവസ്ഥ. നമുക്കറിയാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എവിടെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എന്ത് കോമ്പറ്റീഷൻ വന്നാലും ഫേസ് നൽകാനുള്ള ഒരു പവർ ഉണ്ട് അല്ലെ. അവിടെയുള്ള തൊഴിലാളികളും തൊഴിലുടമയൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എന്ത് കാര്യം വന്നാലും അതിനെ ഉൾക്കൊള്ളാനായിട്ടും അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അല്ലെ. അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ ഘടനയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും അല്ലെ. പല രീതിയിൽ അവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ചിട്ട് തന്നെ വർക്കേഴ്സിനെ മാറ്റങ്ങളൊക്കെ വരുത്തി ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള പോളിസികളൊക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. സോ അതനുസരിച്ചിട്ട് മുന്നേറാനായിട്ട് ആ ഓർഗനൈസേഷന് സാധിക്കുന്നു. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷന് നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതി അനുസരിച്ചുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഏതൊരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ചിട്ടുള്ള പോളിസികളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു രീതിയൊക്കെ അവിടെ അവലംബിച്ചു പോകണം. വർക്കേഴ്സും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷി ആ വർക്കേഴ്സിനുമൊക്കെ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് അല്ലെ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഫാക്ടേഴ്സും അതും കൃത്യമായിട്ട് തന്നെ നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം അല്ലെ. എന്ത് വന്നാലും ആ ഒരു ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടിയിട്ട് വർക്കേഴ്സ് തമ്മിൽ യാതൊരു തരത്തിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അത് പുതുമ എന്താ വന്നാലും അതിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് നമുക്കറിയാം, ഗ്ലോബലി നമുക്ക് നമ്മുടെ ഒരു ഇൻഡസ്ട്രി അല്ലെ, നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കൾ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുറം രാജ്യങ്ങളിൽ അല്ലെ ആ ഒരു വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അല്ലെ ടൈപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ നോക്കാം, these factors include global differences, international relations, economic political principles, functions of ILO, then foreign trade agreements and relations, economic and trading policies of power blocks, global cultural environment, international labor agreements, etc. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ അവിടെ നമ്മുടെ തന്നെ മന്ത്രിമാരും അല്ലെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ആ ഒരു എഗ്രിമെന്റില് വ്യാപാര കരാറിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ആ മീറ്റിംഗ് ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവരൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ ഇന്ന കൺട്രിയിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ അല്ലെ ബ്ലോക്ക് ചെയ്തു, ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, കയറ്റുമതി ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രീനെ അത് എഫക്ട് ചെയ്യും. സോ എന്താണ്, ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും മുന്നോട്ട് പോകണം അല്ലെ. അപ്പൊ ഗ്ലോബൽ ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് അവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യണം. എന്താണ് അല്ലെ, ഇന്ന നിയമങ്ങൾ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമം നമ്മളും അല്ലെ നമ്മുടെ രാജ്യത്തിന്റെയും ഇൻഡസ്ട്രി ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ILO എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ, അവിടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസിനൊക്കെ അനുയോജ്യമായ രീതിയിൽ തന്നെ നമ്മളുടെ ഇൻഡസ്ട്രി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഫോറിൻ ട്രേഡ് എഗ്രിമെന്റിലൊക്കെ ഒപ്പിടുന്നവരാണ് എങ്കിൽ ആ ട്രേഡ് എഗ്രിമെന്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് തന്നെ ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ അവരൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കറിയാം ഗ്ലോബലി നല്ലൊരു കൾച്ചറൽ എൻവയോൺമെന്റ് അല്ലെ, നല്ലൊരു സംസ്കാര രീതി ഫോളോ ചെയ്തിട്ട് ആ ഇൻഡസ്ട്രികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഏതൊരു കമ്പനിയാണോ ആ കമ്പനിയിൽ എങ്ങനെയാണ് പോകുന്നത് അല്ലെ, അത് അതിന്റെ ഏത് സിസ്റ്റം ആണോ ഫോളോ ചെയ്യുന്നത്, അപ്പൊ ആ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പെടുന്നത് അല്ലെ, ഏതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ, തുണിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യണം. കോർട്ടിന്റെ നിയമങ്ങൾ അനുസരിക്കണം.
അല്ലെ എല്ലാം തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ബ്രേക്ക് ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അത് വൻ നഷ്ടത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നതിന് പ്രധാനമായിട്ടും പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ് അല്ലെ, അവിടെ എന്താണ് അവിടെ ബന്ധങ്ങൾ, എംപ്ലോയീസിൽ ഉണ്ടാവുന്ന ആ ഒരു ബന്ധങ്ങൾ, തീർച്ചയായിട്ടും എംപ്ലോയിയുടേതായിട്ടുള്ള അവകാശങ്ങൾ. ഓക്കെ, അതില് പ്രധാനമായിട്ടും ആ ജസ്റ്റ് ഹെഡിങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് അല്ലെ. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞായിരുന്നു സാമ്പത്തിക അവസ്ഥ, ഏത് സാമ്പത്തിക അവസ്ഥയാണ് അവിടെ ഫോളോ ചെയ്യുന്നത് അല്ലെ, സോഷ്യലിസ്റ്റ് ആണോ ക്യാപിറ്റലിസ്റ്റ് ആണോ മിക്സഡ് സാമ്പത്തിക വ്യവസ്ഥയാണോ ഫോളോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്തൊക്കെയാണോ നമ്മുടെ ഇതുമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അനുസരിച്ചിട്ട് ടെക്നോളജിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ എംപ്ലോയീസിനും അത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് എംപ്ലോയീസിൽ കൂടുതൽ ടെക്നോളജിയുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസിന്റെ ഒരു സ്ട്രെങ്ത് ബാർഗെയിനിങ് പവർ കുറവായിരിക്കും. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം അത് കൂടുതലുണ്ടെങ്കിലും എംപ്ലോയീസിനെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കൂടുതലായിരിക്കും. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് പവർ കിട്ടുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു രീതി അനുസരിച്ചിട്ട് അല്ലെ, രീതി എന്ത് രീതിയാണോ ഫോളോ ചെയ്യുന്നത്, ഡെമോക്രാറ്റിക് സിസ്റ്റം ആണോ ആ രീതിയൊക്കെ അനുസരിച്ചിട്ടാണ് അവർക്ക് അത് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടാവുന്നുള്ളൂ. then ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അല്ലെ, ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള പോളിസികളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ രീതികൾക്കും അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഇൻഡസ്ട്രി അല്ലെ മറ്റു കൺട്രികളൊക്കെ ആയിട്ട് ഇന്റർനാഷണലി ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ, കുറച്ച് വിവരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഹെഡിങ്സ് മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിലെ കണ്ടൻസുകൾ അതെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുന്ന നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് അല്ലെ തേഴ്സ്ഡേ ആണ് കാണാൻ പറ്റുക. അപ്പോഴേക്കും നിങ്ങൾ വായിച്ചൊന്നും കളയരുത്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. ഇന്നെ വായിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ അടുത്ത ടോപ്പിക് എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.